വെച്ചാ ഇനി ഞങ്ങള് വാഴ സിനിമ കണ്ടിട്ടോ. അടിപൊളി പടമായിരുന്നു. പിന്നെ സാഫ്ബോയും പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ഉണ്ടായിരുന്നു ഒരു ആളുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായില്ല, ഭയങ്കര ഇഷ്ടം അവർക്ക്. അതേപോലെ കണ്ണനായിരുന്നു ഇത് പോണം, ഫിലിമിന് പോണം എന്ന് ഭയങ്കര ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ ഇഷ്ടം, അവൻ തന്നെ അച്ഛാ പറഞ്ഞു നടക്കായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതിൽ സഫ്ബോയ് ഉണ്ടല്ലോ, സഫ്ബോയുടെ അത് കാണാറാണ് മെയിൻ പരിപാടിയിലെ. ഭയങ്കര ഇഷ്ടം അവർക്ക്, എനിക്കും ഇഷ്ടമാണ്, ഞങ്ങളൊക്കെ കണ്ടിച്ചിരിക്കാറുണ്ട്. അപ്പം സിനിമ കണ്ടു, അടിപൊളി സിനിമ, നല്ല ഫിലിം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പറയൂ. കുറെ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഏകദേശം 5-6 ദിവസത്തെ ബ്രേക്കാണ് നമ്മുടെ ചാനലിൽ വീഡിയോസിന് വന്നത്. റീസൺ എന്താ വെച്ചാൽ എന്റെ ഈ മറ്റേ ചാനൽ കണ്ടവർക്കറിയാം, ഞങ്ങളൊരു വ്ളോഗ് ചാനൽ തുടങ്ങിയിട്ടോ. ആ വ്ളോഗ് ചാനലിൽ ഞാനൊരു വണ്ടി വാങ്ങിച്ചു. അപ്പൊ അതിന്റെ പുറകെ ആയിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഇല്ലാതിരുന്നത്. ആ ബ്രേക്കിന് ശേഷം നമ്മളിന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ. വാഴ പോയി കാണണം, നിർബന്ധമായിട്ട് മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ കണ്ടോളൂ. അടിപൊളി, ചാടി എണീറ്റ് കൈയടിച്ച് ചിരിച്ച് ശരിക്കും പക്ക എന്റർടൈനർ ആണ്. എന്റർടൈനർ മാത്രമല്ല, സങ്കടം, സന്തോഷം. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഫസ്റ്റ് ഡേ പോണത്, അങ്ങനെ എല്ലാ സിനിമയ്ക്കൊന്നും ഞാൻ പോകാൻ അങ്ങനെ പോരില്ല. പിന്നെ കുട്ടിയുടെ പോയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഡേ ഭയങ്കര രസമായിട്ടാണ് പോണത്. കാരണം നിറച്ച ആൾക്കാരൊക്കെ ആയിട്ടേ ക്ലാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കര നല്ല സിനിമയാണ്, ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായിട്ടുണ്ട്. അയ്യോ, അച്ഛന്മാരായിട്ട് അഭിനയിച്ചവരൊക്കെ എന്ത് രസം അറിയോ. അവർക്കൊക്കെ നല്ല കഴിവുള്ള കുറെ ആൾക്കാരുണ്ട്, അത് നമുക്ക് മനസ്സിലാവും. അത്രയും കഴിവുള്ള. അയ്യോ, ഒരാളുടെ കോട്ടയം നസീർ, പിന്നെ നമ്മളെ അതെ. അല്ല, നമ്മള് പടത്തിന്റെ ഒരു സംഗതി ആദ്യം ചെറിയൊരു ഐഡിയ എന്താ വെച്ചാല്, സംഗതി ഒന്നുമില്ല. അസീസൊക്കെ അച്ഛനായിട്ട് ഭയങ്കര എല്ലാവരും അഭിനയം മാത്രമല്ല പറയാന്ന് വെച്ചാല്, വാഴ മൂവി നമ്മളിപ്പോ ഒരാളെ അവനാളൊരു വാഴയാണ് അല്ലെങ്കിൽ വാഴ വെച്ചു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. സ്റ്റോറി പറയുന്നില്ല, കാണണം. പറയാൻ കാരണം വെച്ചാൽ തമാശ എന്റർടൈൻമെന്റ് മാത്രമല്ല, അഭിനയം മാത്രമല്ല, നമുക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഞാൻ നോട്ട് ചെയ്തൊരു സംഭവം പറയട്ടെ. ഞാൻ നോട്ട് ചെയ്ത സംഭവം വെച്ചാൽ ഡയലോഗ്സ് അടിപൊളിയായിട്ടുണ്ട്. കൗണ്ടറും ഡയലോഗും ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ ഈ പയ്യന്മാര് തമ്മിൽ സംസാരിക്കുന്ന കൗണ്ടറൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാതെ അടിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിന് ഇൻവോൾവ് ആയി പോകും അല്ലെ. അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്, പടവും സൂപ്പറാണ് അല്ലേ. അതില് കുറെ ചെറുപ്പക്കാരും പിന്നെ അച്ഛന്മാരായിട്ടുള്ളത് നമ്മളെ കോട്ടയം നസീറും പിന്നെ അസീസും പിന്നെ നോബി, ഇവരൊക്കെ എന്ത് രസം അറിയോ. പിന്നെ മറ്റു 2 ആൾക്കാരുടെ പേര് എനിക്ക് പറയാൻ അറിയില്ല. ജഗദീഷ് പിന്നെ അത് ഉറപ്പല്ലേ, ഇത് പിന്നെ നന്നായി ഉറപ്പല്ലേ നന്നാവും എന്നുള്ളത്. സൂപ്പർ പടാണ്. ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടുന്ന് പറയാൻ പറ്റില്ല. ഇത് പ്രേമം സിനിമ കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൾ റൂമിൽ കയറി ചെല്ലണ പൊളി അച്ഛൻ, മറ്റേ നോബി പൊളിട്ടോ. അത് പ്രേമത്തില് ചെന്നിട്ട് മറ്റേ ഇംഗ്ലീഷുകാരുണ്ടല്ലോ, അത് നമ്മൾ അത് പറയുന്നില്ല, കഥയൊന്നും പറയുന്നില്ല, ഇത്ര മാത്രം പറയുന്നു. വളരെ നല്ലൊരു സിനിമ അല്ലേ. ചെക്കൻകാരനാണ്. പേര് കേട്ടപ്പോഴേ ഞാൻ പറയുന്നത് അതിന് പോണ അത് പോണം. പിന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ വേറെ ഫിലിം ഉണ്ടല്ലോ നുണക്കുഴി, അതിന് പോവാ, ജിത്തു ജോസഫിന്റെ ഫിലിം. അപ്പൊ അത് കാണണം കേട്ടോ, അത് കാണും എന്തായാലും. അപ്പൊ അതിന് പോണോ ഇതിന് പോണോ. അപ്പൊ ഇവന്റെ ഒറ്റ നിർബന്ധപ്രകാരമാണ് ഇതിന് ഇന്ന് പോയത്. ഇത് നല്ല രസമുണ്ട്, അടിപൊളി സിനിമ. പിന്നെ നമ്മളെ സാഫ്ബോയ് അവര് ഞങ്ങളുടെ നാട്ടുകാരാട്ടോ, നല്ല രസം, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും എനിക്ക് അതില് പലവരുടെയും പേരറിയില്ല, അതാണ് വലിയൊരു ഫോൾട്ട് നമ്മളെ ഭാഗത്ത് വെച്ച് തെറ്റാണ്. അതെ, അതിലെ മെയിൻ ആൾക്കാരുടെ പേരറിയില്ല പറയാൻ. അത് നമുക്ക് രോമാഞ്ചത്തിലെ ചങ്ങ എല്ലാവരും നമ്മൾ ആരും എടുത്തു പറയുന്നില്ല, എല്ലാരും സൂപ്പർ ആയിട്ട്. പക്ഷെ എന്റെ ഫേവറേറ്റ് ഇപ്പൊ ഇറങ്ങിയ പടങ്ങളിൽ എന്റെ ഫേവറേറ്റ് നമ്മളെ തടിയൻ തന്നെ കേട്ടോ. എനിക്ക് തടിയനെ ചങ്ങാതിന്റെ മുഖം കാണുമ്പോൾ ആരാന്നറിയോ, ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫാലിമിയിലെ പെണ്ണിന്റെ പുറകെ നടക്കണല്ലേ. അല്ല, ഫാലിമിയിലെ പെണ്ണിന്റെ പുറകെ അതിലുണ്ട്. അതില് ജോർജ് എല്ലാരും അടിപൊളിയായിട്ടുണ്ട് അല്ലേ. വേറൊന്നുമില്ലല്ലോ. അപ്പൊ സിമ്പിൾ ചെറിയൊരു വീഡിയോ മാത്രം. നല്ല സിനിമയാണ്, എല്ലാവർക്കും പോയി കണ്ടോളൂ. എല്ലാരും പോയി കാണുക, എന്തായാലും പോയി കണ്ടോളൂ, ഫാമിലിയായിട്ട് പോയി കാണുക. എല്ലാരും കൂടി ഹാപ്പി ആയിട്ട് വരിക അല്ലെ കുട്ടപ്പ. എന്റർടൈൻമെന്റ് ആണല്ലോ ഉദ്ദേശിക്കുന്ന സിനിമ, അതുണ്ട്. അതെ, വേറൊന്നുമില്ലല്ലോ. വേറൊന്നുമില്ലല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നിട്ടോ. എന്താണ്? നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞോളൂ, എന്താ മുത്തുമണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ വർത്തമാനമില്ല. അത് സത്യം, മുത്തുമണിന്റെ വക അല്ലേ. മുത്തുമണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ മൂവി?
അപ്പൊ ഓക്കെ, അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. എല്ലാം പറയണേ, ഒന്നുകൂടി പറയണേ. അതായത് ഇവിടെ പഴയ ഡയലോഗ് ഒന്നുകൂടി ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ ഇത്ര തന്നെയാണ് ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായും ലൈക്ക് തൊട്ടിൽ ബിൽബിലല്ല, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ.